കടലിടുക്ക് തുറന്ന് കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി ബ്രിട്ടനൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഹോർമുസിലെ കപ്പൽ ഗതാഗതത്തിന് ഉപരോധം ഏർപ്പെടുത്തുമെന്നും കപ്പലുകൾ ഹോർമുസിൽ പ്രവേശിക്കുന്നത് തടയുമെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിന്റെ ശക്തമായ നിലപാടെന്നത് ശ്രദ്ധേയമാണ്. ഹോർമുസിലെ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബ്രിട്ടൻ വിളിച്ചു ചേർത്ത അന്താരാഷ്ട്ര യോഗത്തിൽ ഫ്രാൻസ് പങ്കെടുക്കുമെന്നും മാക്രോൺ വ്യക്തമാക്കി. മേഖലയിലെ സമാധാനവും സുരക്ഷയും മുൻനിർത്തിയുള്ള പ്രതിരോധ നടപടികൾക്കാണ് ഫ്രാൻസ് മുൻഗണന നൽകുന്നതെന്നും മാക്രോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായുള്ള തർക്കങ്ങൾക്കിടെ തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടാതിരിക്കാൻ ആഗോളതലത്തിൽ നടക്കുന്ന ശ്രമങ്ങൾക്ക് ഫ്രാൻസിന്റെ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ പ്രവേശിക്കുന്നത് തടയുമെന്ന ട്രംപിന്റെ ഭീഷണിക്കെതിരെ ശക്തമായ മറുപടിയാണ് ഇറാൻ നൽകിയത്. ഹോർമുസിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ചെങ്കടലിലെ ബാബൽ മന്ദബ് ലക്ഷ്യമിട്ട് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. ബാബൽ മന്ദബ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഈ നിലപാട് രാജ്യാന്തര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ചെങ്കടലിൽ ഹൂതി വിമതരും അമേരിക്കയും തമ്മിൽ ഏറെ നാളായി തുടർന്നിരുന്ന സംഘർഷം ഈയിടെയാണ് അവസാനിച്ചത്. ഇത് കപ്പൽ സഞ്ചാരത്തിന് ആശ്വാസമേകി വരുന്നതിനിടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഭീഷണി. ഹോർമുസിന് പകരം ബാബൽ മന്ദബ് തടയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ചെങ്കടലിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുന്നതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോരും മുറുകുന്നത് പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം തുറന്നേക്കുമെന്ന ഭീതി വർദ്ധിപ്പിക്കുന്നു. ഹോർമുസിൽ കടുംപിടുത്തം തുടരുന്ന ഇറാനെ അതേ നീക്കം കൊണ്ട് വെട്ടാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെല്ലുവിളി. കപ്പലുകളിൽ നിന്നും ഇറാൻ പണം പിരിക്കുന്നത് തടയാൻ കപ്പലുകളെ ഹോർമുസിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തന്നെ തടയുമെന്നാണ് വെല്ലുവിളി. ഇത് അന്താരാഷ്ട്ര ജലപാതകളെയും സമുദ്രമേഖലയെയും സംഘർഷത്തിൽ മുക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ട്രംപ് ഭരണകൂടത്തെ പേടിയില്ലെന്ന് ലിയോ 14 മാർപ്പാപ്പ. താൻ രാഷ്ട്രീയക്കാരനല്ലെന്നും ട്രംപുമായി തർക്കത്തിനില്ലെന്നും മാർപ്പാപ്പ പറഞ്ഞു. സമാധാനമാണ് വേണ്ടതെന്നും യുദ്ധങ്ങൾ അവസാനിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. യുദ്ധത്തിനെതിരെ ഇനിയും ശബ്ദമുയർത്തും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു. പോപ്പ് ലിയോ ശനിയാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിയ വിശ്വാസികളോട് സംസാരിക്കവേ അക്രമം അവസാനിപ്പിക്കാൻ ലോക നേതാക്കളോട് പരസ്യമായി അഭ്യർത്ഥിച്ചു. മതി അവനവന്റെയും പണത്തിന്റെയും വിഗ്രഹാരാധന, മതി അധികാര പ്രകടനം, മതി യുദ്ധം എന്നായിരുന്നു പോപ്പിന്റെ വാക്കുകൾ. പോപ്പ് ലിയോ ആഗോള സമാധാനത്തിനായുള്ള അഭ്യർത്ഥന നടത്തിയതിന് പിന്നാലെയാണ് പോപ്പിനെ തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. താൻ പോപ്പ് ലിയോയുടെ വലിയ ആരാധകനല്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.